ഈ ഇലക്ഷനിൽ വലിയ ആളുകളെ, ഹെവി വെയ്റ്റ്സിനെ തോൽപ്പിക്കുന്ന ചിലരെ ജൈൻ കില്ലർ എന്ന് വിളിക്കും. ചില തോൽവികളാണ് അതിന് അടിവരയിടുന്നത്. തവന്നൂരിൽ മാറി മാറി പരീക്ഷിച്ചിട്ടും പരാജയപ്പെടുത്താൻ കഴിയാതിരുന്ന KT ജലീലിനെ പരാജയപ്പെടുത്തിയ ആളാണ് അഡ്വക്കേറ്റ് VS ജോയി, യുവാവായ മലപ്പുറത്തെ DCC പ്രസിഡന്റ്. അദ്ദേഹം പ്രവാചകനെക്കുറിച്ച് ചില വാക്കുകൾ പറയുകയുണ്ടായി. അത് കേൾക്കാം, പ്രത്യേകിച്ച് ഈ നബിദിനത്തിന്റെ പശ്ചാത്തലത്തിൽ. ഏതൊരു മഹാനെയും നമ്മൾ വിലയിരുത്തുമ്പോൾ അവര് ജനിച്ച ജീവിച്ച ആ കാലഘട്ടത്തിൽ കൂടി അനുസൃതമാക്കിയിട്ടാണ് നമ്മൾ അവരെ വിലയിരുത്തേണ്ടത്. പ്രവാചക തിരുമേനിയെ നമ്മൾ നോക്കി കാണുമ്പോൾ അദ്ദേഹം ജീവിച്ച ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഉച്ചനീചത്വവും അടിമത്വവും അസമത്വവും അതോടൊപ്പം തന്നെ വർണ്ണവെറിയും അങ്ങനെയുള്ള വല്ലാത്ത ആസുരമായ ഒരു കാലത്ത് സമൂഹത്തിൽ ഒരു വലിയ നവോത്ഥാനത്തിന്റെ വെള്ളി വെളിച്ചവുമായിട്ടാണ് പ്രവാചക തിരുമേനി കടന്നു വന്നിട്ടുള്ളത്. അന്ന് സമൂഹത്തിലുണ്ടായിരുന്ന ഉച്ചനീചത്വങ്ങളെയും അടിമത്തങ്ങളെയും ഒക്കെ മാറ്റി ഒരു സമത്വത്തിന്റെ സമഭാവനയുടെ എത്തിച്ചെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ആ കാലഘട്ടത്തിൽ സമൂഹത്തിൽ വലിയ മാറ്റമുണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അന്ന് പട്ടിണി മരണങ്ങൾ നിത്യസംഭവമായിരുന്ന, മനുഷ്യന് വിശപ്പടക്കാൻ ഭക്ഷണം കിട്ടാത്ത ഒരു കാലത്താണ് നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ച് ഉണ്ണുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന പ്രഖ്യാപനം അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അന്ന് നമുക്കറിയാം, സ്ത്രീകളുടെ മാനത്തിന് ഒരു വിലയും ഇല്ലാതിരുന്ന കാലത്താണ്. ഇന്ന് പോലും സ്ത്രീധനം ഒരു വലിയ വിപത്തായി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് സ്ത്രീകൾക്ക് മഹർ നൽകി അവരെ സ്വീകരിക്കണമെന്ന ഒരു സന്ദേശം. സമൂഹത്തിൽ അത്ര വലിയ ഒരു മാറ്റത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരാളായിട്ടാണ് പ്രവാചക തിരുമേനിയെ ഞാൻ നോക്കിക്കാണുന്നത്. ഞാൻ ഏറ്റവും ഒടുവിൽ വായിച്ച പുസ്തകം ബിലാലിന്റെ നിലാവിന്റെ വിരലുകൾ എന്ന ബിലാലിനെ കുറിച്ച് എഴുതിയിട്ടുള്ള P. സുരേന്ദ്രൻ എന്ന് പറയുന്ന മഹത്തായ എഴുത്തുകാരന്റെ ഒരു പുസ്തകമാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ ബാങ്കുകളുടെ ചരിത്രം ആരംഭിക്കുന്നത് ബിലാലിൽ നിന്നാണ്. എത്യോപ്യക്കാരനായിരുന്ന, ആഫ്രിക്കൻ അടിമയായിരുന്ന ബിലാൽ എന്ന് പറയുന്ന കറുത്ത വർഗക്കാരന്റെ ജീവിതത്തിൽ നബി തിരുമേനി നടത്തിയിട്ടുള്ള സ്വാധീനം, അദ്ദേഹം തിരുമേനിയുടെ അനുയായി ആയതിനു ശേഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെ സംബന്ധിച്ചൊക്കെയുള്ള മനോഹരമായ ഒരു പുസ്തകമാണ്. തീർച്ചയായും ആ കാലഘട്ടത്തിൽ അദ്ദേഹം സമൂഹത്തിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റം വലുതാണ്. ഒരു വലിയ സാമൂഹിക പരിഷ്കർത്താവായി, നവോത്ഥാന നായകനായി ഉയർന്നു വന്ന ആളാണ് നബി തിരുമേനി. മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളിലും എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് മാതൃകയായി അദ്ദേഹം ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ കാണിച്ചു തരികയും ആശയപരമായി പരിശുദ്ധ ഖുർആൻ അതിന്റെ ഒരു രൂപത്തിൽ, ഒരു ഭരണഘടന എന്ന രൂപത്തിൽ നമുക്ക് നൽകുകയും ചെയ്തു. അങ്ങനെ ലോകത്ത് വലിയ മാറ്റമുണ്ടാക്കി. ഒരു രക്ഷകർത്താവായി, ഒരു കുടുംബനാഥനായി, ഒരു ന്യായാധിപനായി, ഒരു ഭരണാധികാരിയായി, ഒരു അധ്യാപകനായി, സർവ്വസൈന്യാധിപനായി, സമൂഹത്തിൽ ഏതൊക്കെ മേഖലയിൽ പ്രവർത്തിക്കാൻ കഴിയുമോ ആ മേഖലകളിലൊക്കെ ഒരു മാതൃക ജീവിതം നയിച്ച ആളാണ് പ്രിയപ്പെട്ട നബി തിരുമേനി. അദ്ദേഹത്തിന്റെ ജീവിതത്തെ നോക്കിക്കാണുമ്പോൾ, അദ്ദേഹം ജീവിച്ച ആ കാലഘട്ടത്തെ നോക്കിക്കാണുമ്പോൾ വലിയ മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവന്നിട്ടുള്ള വലിയ പ്രതീക്ഷയുടെ ഒരു പ്രകാശ ഗോപുരമായിട്ട് തന്നെയാണ് നബി തിരുമേനിയെ വിലയിരുത്തുന്നത്. VS ജോയിയാണ് സംസാരിച്ചത്. അതിൽ അദ്ദേഹം പറഞ്ഞതിൽ ചില പോയിന്റുകൾ വളരെ ഗൗരവമുള്ള ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം ഇത് പറയുന്നതിലൂടെ പ്രവാചകൻ്റെ ഒരു പദവി ഉയർത്തുക എന്നതൊരു ലക്ഷ്യമല്ല. ഇതെന്തുകൊണ്ട് ഞാൻ കേൾപ്പിച്ചു എന്ന് ചോദിച്ചാൽ, ഇന്നത്തെ കാലത്ത് മനുഷ്യർക്കിടയിൽ, മതങ്ങൾക്കിടയിൽ വിടവുണ്ട്, ഒരാളൊരാളിൻ്റെ ശത്രുവാണ് എന്നൊക്കെ പ്രചരിപ്പിക്കുന്നിടത്താണ് ഇത്തരം ചില സംഗതികൾ. ഇപ്പം ഞാൻ രാമായണ പ്രഭാഷണത്തിന് പോകുന്നു, അതുകൊണ്ട് ഞാൻ എൻ്റെ വിശ്വാസത്തെ ഇല്ലാതാക്കിയിട്ടല്ല ഞാൻ അവിടെ പോകുന്നത്. അതൊരു മനസ്സിലാക്കലാണ്, അതൊരു ഉൾക്കൊള്ളലാണ്, അതൊരു ചേർന്ന് നിൽക്കലാണ്. അത്തരം ചേർന്ന് നിൽക്കലുകൾക്ക് പ്രസക്തിയുള്ളതുകൊണ്ടാണ് ഇത് കേൾപ്പിച്ചത്. ഒന്ന്, അദ്ദേഹം പറയുന്നതിൽ ഒരു കാര്യം വളരെ പ്രസക്തമാണ്. ഏത് മഹാനെയും ഏത് മനുഷ്യനെയും വിലയിരുത്തേണ്ടത് അയാൾ ജീവിച്ച കാലഘട്ടത്തിൽ നിന്നാകണം. ഏതെങ്കിലും പാഴ്ജന്മങ്ങളായി പിന്നീട് ജനിച്ചു വന്ന ഈ പറയുന്ന ആരിഫ് ഹുസൈനോ അല്ലെങ്കിൽ നമ്മുടെ ആൾദൈവം രവിചന്ദ്രനോ വൈക്കിപ്പിഴപ്പിന് വേണ്ടിയും ഉപജീവന മാർഗത്തിന് വേണ്ടിയും ഇന്ന് നിന്ന് പറയുന്ന കാലത്ത് നിന്നല്ല പ്രവാചകനെ നോക്കേണ്ടത്. അക്കാലത്ത് പ്രവാചകനെ ആരെങ്കിലും സ്ത്രീലമ്പടൻ എന്ന് വിശേഷിപ്പിച്ചോ, ധിക്കാരിയാണെന്ന് പറഞ്ഞോ, അഹങ്കാരിയാണെന്ന് പറഞ്ഞോ എന്തെങ്കിലും രേഖകളുണ്ടോ? അവരാകെ പ്രവാചകനെ എതിർത്തത് ഒരു പ്രത്യേക വിശ്വാസത്തിൻ്റെ പ്രചാരകനായി വന്നു എന്ന് പറയുന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ്. അല്ലാതെ എല്ലാവരും പറഞ്ഞത് അൽ അമീൻ, സത്യസന്ധൻ, വിശ്വസ്തൻ, സൽസ്വഭാവി എന്ന അർത്ഥത്തിലാണ്. ഈ പറയുന്ന ഉപജീവനമാർഗ പാഴ്ജീവിതങ്ങൾ നടത്തുന്ന പ്രയോഗങ്ങളുടെ കാലത്തല്ല, അന്നത്തെ കാലഘട്ടത്തിൽ അതിൻ്റെ അനിവാര്യതയും
ആ കാലത്ത് നിന്ന് പ്രവാചകനെ വായിക്കണമെന്ന് പറഞ്ഞതും ഇതിലൊരു പ്രസക്തമായ സംഗതിയാണ്. രണ്ടാമതായി ഇതിനകത്ത് അദ്ദേഹം പറയുന്നത് ബിലാലിൻ്റെ ബാങ്ക് വിളിച്ച ചരിത്രവും ഉൾക്കൊള്ളലിൻ്റെ കഥയുമാണ്. മനുഷ്യനെ മനുഷ്യനായി ഉൾക്കൊള്ളുന്നതിൻ്റെ മാതൃക സൃഷ്ടിച്ചതിൻ്റെ മനോഭാവം കൂടിയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. ഏതായാലും മണിക്കൂറുകൾ നീളുന്ന പ്രസംഗങ്ങളെക്കാൾ നിമിഷം കൊണ്ട് അവസാനിക്കുന്ന ഇത്തരം വാക്കുകൾക്ക് വലിയ പ്രസക്തിയുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് ഇതിനകത്ത്. ഈ നമ്മുടെ പേരുകാരായ ഈ മതത്തിലുള്ളവർക്ക് തകർക്കാൻ കഴിയുന്നത് പോലെ VS ജോയിക്കോ സുരേന്ദ്രനോ ഒന്നും പുറത്തു നിന്ന് ഇസ്ലാം മതത്തെ തകർക്കാനാവില്ല. കാരണം ഇവർക്കൊന്നും അത് വിൽക്കണമെന്നും അകത്ത് നിന്ന് അതിൻ്റെ ആളായി നിന്ന് അതിനെ നാറ്റിക്കണമെന്നും അതിൻ്റെ ലാഭമെടുത്ത ശേഷം അതിനെ തകർക്കണമെന്നുമുള്ള ആഗ്രഹം ഒരിക്കലും ഇവർക്കുണ്ടാവില്ല. അത് ആ പേരുകാർക്ക് തന്നെയാവും കൂടുതലുണ്ടാവുക.